എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PS എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അവയുടെ ഫൈനാൻസിക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക എന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ. നമുക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ്. നമ്മുടെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇത് 3-ാം ഭാഗത്താണ് ഉൾപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ വരേണ്ട തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കൃത്യമായി നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതല്ല നമ്മുടെ ഓപ്ഷനിൽ വരേണ്ടത്. മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാമെന്നാണ് രണ്ടാമത് തന്നിരിക്കുന്ന ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ്, ഒരു പൗരന്റെ മൗലികാവകാശം ഒരു പൗരനെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും സന്ദർശിക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഹൈക്കോടതിയിലും പോകാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പൗരന് മൗലികാവകാശങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്നില്ല എങ്കിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അദ്ദേഹത്തിന്റെ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനായിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാമെന്നും ആ ഉത്തരവുകളെ നമ്മൾ റിട്സുകൾ എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഇത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് ഈ ഒരു ആശയം കടം കൊണ്ടതെന്നും സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി 226 പ്രകാരവും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് പറയാം. അതുകൊണ്ട് അതല്ല നമ്മുടെ ഉത്തരമെന്ന് നിഗമനത്തിൽ എത്തിച്ചേരാം. സ്വത്തവകാശം ഒരു മൗലികാവകാശമാണെന്നാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 1950 ജനുവരി 26 നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ 31 പറയുന്ന ആർട്ടിക്കിളിൽ സ്വത്തവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിരുന്നുവെന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് 44-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1978 സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ ആ ഒരു ഭാഗത്തു നിന്ന് നീക്കം ചെയ്യുകയും 12-ാമത്തെ ഭാഗത്ത് 300A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ സ്വത്തവകാശത്തെ ഉൾപ്പെടുത്തുകയും നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശമല്ല, മറിച്ച് അതൊരു നിയമാവകാശമാണ് നമ്മൾ പഠിക്കുന്നതിനാൽ ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന സ്വത്തവകാശം ഒരു മൗലികാവകാശമാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതിനാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ശരിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശം എന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൗലികാവകാശം നിലവിൽ എത്ര എണ്ണമുണ്ട് നമ്മുടെ ഭരണഘടനയിൽ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 6 എണ്ണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്, കണ്ണൂർ ജില്ലയാണ്. 2011 സെൻസസ് പ്രകാരം 1136 ആണ് കണ്ണൂർ ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. 1136/1000 ആണ് കണ്ണൂർ ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം. അതായത് 1000 പുരുഷന്മാരെടുക്കുകയാണെങ്കിൽ അവിടെ 1136 സ്ത്രീകളുണ്ട്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവുള്ളത്. ഇടുക്കിയിലെ സ്ത്രീ പുരുഷ അനുപാതം 1006 ആണ്. 1000 പുരുഷന്മാരെടുത്താൽ 1006 സ്ത്രീകൾ. ഇനി ഇവിടെ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് മലപ്പുറം ജില്ലയാണെന്നും മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് അത് വയനാട് ജില്ലയാണെന്നും ഓർത്തിരിക്കുക. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയാണ് 2011 സെൻസസിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ല. ജനസംഖ്യ വളർച്ചാ നിരക്ക് മലപ്പുറം ജില്ലയുടേത് ചോദിക്കുകയാണെങ്കിൽ 13.39%. ജനസംഖ്യ ഏറ്റവും കുറവ് ജില്ല വയനാട് ജില്ലയാണെങ്കിലും ഏറ്റവും കുറവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് വയനാട് ജില്ലയല്ല, മറിച്ച് ഇവിടെ ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന പത്തനംതിട്ട ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പത്തനംതിട്ട ജില്ല രേഖപ്പെടുത്തിയിരിക്കുന്ന 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് -3.12% ആണ്. പരീക്ഷകളൊക്കെ ചോദിക്കുന്നതാണ് നെഗറ്റീവ് വളർച്ചാ നിരക്ക്, ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ഇന്ത്യയിലെ ജില്ല, അതാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള മലപ്പുറമാണ്, ജനസംഖ്യ ഏറ്റവും കുറവുള്ളത് വയനാടാണ്. എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളത് ഇവിടെ പഠിച്ച ഇടുക്കി ജില്ലയുമാണ്. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. സാക്ഷരതയിൽ പിന്നിട്ട് നിൽക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. PSC പരീക്ഷയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഒന്ന് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2011 സെൻസസ് പ്രകാരം കുറച്ച് പോയിന്റുകളാണ്. വരാൻ പോകുന്ന പരീക്ഷയിൽ 2011 സെൻസസ് വീണ്ടും ചോദിക്കാം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഗൈഡുകളൊക്കെ നോക്കി പഠിച്ചു വെക്കണം. ഇനി അടുത്തത്, എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ഡി ആണ്, ലൈഫ് മിഷൻ പദ്ധതി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്.
സമ്പൂർണ്ണ പാർപ്പിടം എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് എന്ന് പറയുന്ന പദ്ധതി. ലൈഫ് എന്നതിന്റെ പൂർണ്ണ രൂപം വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ് ലൈഫിലെ ഓരോ ലെറ്ററുകളും സൂചിപ്പിക്കുന്നത്? എല് എന്ന് പറഞ്ഞാൽ ലിവ്ലിഹുഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. ലിവ്ലിഹുഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇൻക്ലൂഷൻ. എഫ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇ എന്ന് പറഞ്ഞാൽ എംപവർമെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. എംപവർമെന്റ്. അപ്പൊ ഇവിടെ നോക്കുക, ലിവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നതാണ് ലൈഫിന്റെ പൂർണ്ണ രൂപം. ലിവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നതാണ് ലൈഫിന്റെ പൂർണ്ണ രൂപം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലൈഫിന്റെ ഒക്കെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും. ലൈഫ് പദ്ധതിയിലൂടെ 5 വർഷത്തിനുള്ളിൽ ലക്ഷ്യമിടുന്ന നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ആ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് പരിചയപ്പെട്ടു വെക്കുന്നത് നന്നായിരിക്കും. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നൽകാം. അതിൽ ഒന്നാമത്തതായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു, പാവപ്പെട്ട ഭവനരഹിതരിൽ സ്വന്തമായി ഭൂമിയുള്ള എല്ലാവർക്കും വീട് ലഭ്യമാക്കുക. ഇവിടെ പറയുന്ന പോയിന്റുകൾ കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കണം. പാവപ്പെട്ട ഭവനരഹിതരിൽ സ്വന്തമായി ഭൂമിയുള്ളവർക്ക് എല്ലാവർക്കും വീട് ലഭ്യമാക്കുക. എന്തെല്ലാമാണ്? സ്വന്തമായിട്ട് ഭൂമിയുണ്ട് പക്ഷെ ഭവനരഹിതനാണ്, അവർക്ക് എന്താണ്? വീട് ലഭ്യമാക്കുക. അടുത്ത പോയിന്റ് ഓർത്തിരിക്കുക, പാവപ്പെട്ട എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതമായ വീടുകൾ ലഭ്യമാക്കുക. ഇവിടെ പാവപ്പെട്ട ഭൂരഹിതനാണ്, ഒപ്പം എന്താണ്? ഭവനരഹിതനുമാണ്, അവർക്ക് എന്താണ്? വീട് ലഭ്യമാക്കുക എന്നതും ഈ പറയുന്ന ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ആൾക്ക് ഭൂമിയുണ്ട് പക്ഷെ അവിടെ വീടില്ല, അവർക്ക് വീട് ലഭ്യമാക്കുക. ഇവിടെ ഭൂമിയും വീടുമില്ല, അവർക്ക് വീട് ലഭ്യമാക്കുക. ആ 2 പോയിന്റുകൾ ഓർക്കുക. മുൻകാലങ്ങളിൽ ഭവന നിർമ്മാണത്തിന് ധനസഹായം അനുവദിച്ചതിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത വീടുകളുടെ പൂർത്തീകരണം സാധ്യമാക്കുക. അതാണ് മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. മുൻകാലങ്ങളിൽ വീട് നിർമ്മിക്കാനൊക്കെ സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വീട് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അവർക്കും സഹായം കൊടുത്തുകൊണ്ട് വീട് പൂർത്തീകരണം സാധ്യമാക്കുക. നാലാമതായിട്ട് പറയുന്നത് വാസയോഗ്യമല്ലാത്ത വീടുകളുടെ പുനരുദ്ധാരണം നടത്തുകയും അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കാൻ കഴിയാത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് പുതിയ വീട് ലഭ്യമാക്കുകയും ചെയ്യുക. വാസയോഗ്യമല്ലാത്ത വീടുകളൊക്കെ കണ്ടെത്തുക, ആ വീടുകളൊക്കെ പുനരുദ്ധാരണം നടത്തുക. എന്നാൽ പുനരുദ്ധാരണം നടത്തിയാലും താമസയോഗ്യമാക്കാൻ പറ്റില്ല എങ്കിൽ പുതിയ വീട് എന്ത് ചെയ്യുക? അവർക്ക് നൽകുക. ഇതും എന്താണ്? ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇത് കൂടാതെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും പാർപ്പിട സൗകര്യത്തോടൊപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഓരോരുത്തർക്കും പാർപ്പിട സൗകര്യം ലഭ്യമാക്കുക എന്നാണ്. ഈ പാർപ്പിട സൗകര്യത്തോടൊപ്പം ഉൽപാദന സേവന മേഖലകളിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സ്ഥിര വരുമാനം ഉറപ്പിക്കാനുള്ള തൊഴിൽ ഉൾപ്പെടെ സമഗ്ര ഉപജീവന സുരക്ഷയും എന്താണ്? ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. വീട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയും കൂടി എന്താണ്? ഈ ലൈഫ് പദ്ധതിക്കുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വട്ടമെങ്കിലും നമ്മൾ നോക്കിയിട്ട് പോയില്ലെങ്കിൽ പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഈ അവസാനം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഒരു വട്ടം ഇത് നമ്മൾ കേട്ടുപോയിട്ടുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? തെറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 33ാമത്തെ ചോദ്യം, ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണമെന്നാണ് പറയുന്നത്. ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന് പറയുന്നു. സി ഓപ്ഷനിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന് പറയുന്നു. ഡി ഓപ്ഷനിൽ 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം എന്ത് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ നാം ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ 5 രീതിയിൽ പൗരത്വം ലഭിക്കാമെന്ന് പറയുന്നുണ്ട്. ഒന്ന് ജന്മസിദ്ധമായ പൗരത്വമാണ്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രണ്ടാമത്, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഈ 5 രീതിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എവിടെയും പറയാത്ത ഒന്നാണ് ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നത്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ഇന്ത്യ പൗരത്വം കിട്ടണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണമോ? വേണ്ട. അപ്പൊ ഇവിടെ എന്താണ്? 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 5 രീതിയിൽ പൗരത്വം ലഭിക്കാം എന്ന് പറയുന്ന ഭാഗങ്ങളിൽ എവിടെയോ പറഞ്ഞു പോകുന്നുണ്ട് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 5 വർഷമോ അതിലധികമോ കാലമായിട്ട് ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണമെന്നും ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു പോകുന്ന ആ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ പറയാത്തതാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട്
ജസ്റ്റ് ഒരു റീഡിംഗ് ഒന്ന് നടത്തുക. നമ്മുടെ ഈ 10th ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ട് പഠിക്കുകയല്ല, മറിച്ച് ഒറ്റൊരു വായന മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഗൈഡൊക്കെ എടുത്തിട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. നമ്മുടെ ഈ പറയുന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് ഉൾപ്പെടുന്നത്, 2ാം ഭാഗത്താണ്, അത് ഏതെല്ലാം ആർട്ടിക്കിളാണ്, 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന പൗരത്വം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണെന്ന് ചോദിക്കുമ്പോൾ ഏക പൗരത്വമാണ്. ആ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നാം കടംകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പൗരത്വം അനുവദിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ആണ്. അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്ന് കൃത്യമായിട്ട് ചോദിക്കുകയാണ്, അതാണ് ഉത്തരമായിട്ട് വരിക. ഇനി പൗരത്വം റദ്ദു ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്, ഇന്ത്യ ഗവൺമെന്റിനാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതിനുള്ളിലേക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ, മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, പക്ഷികളുടെ സംരക്ഷണത്തിനായിട്ട് നീക്കിവെച്ചിരിക്കുന്ന പ്രദേശം തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. 34ാമത്തെ ചോദ്യം. 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ ഓപ്ഷൻ ബി ആണ്, തട്ടേക്കാടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതമാണ്. അതേപോലെ തന്നെ 1983 ഈ തട്ടേക്കാട് പക്ഷിസങ്കേതം നിലവിൽ വരുന്നത്. എന്നാണ് നിലവിൽ വരുന്നത്, 1983 1983 തട്ടേക്കാട് പക്ഷിസങ്കേതം നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഒപ്പം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം കൂടിയാണ് തട്ടേക്കാട്. ഇതുപോലെ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഒരു പക്ഷിസങ്കേതമാണ് മംഗളവനം എന്ന് പറയുന്ന പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള മറ്റൊരു പക്ഷിസങ്കേതമാണ് കോട്ടയം ജില്ലയിലെ കുമരകം എന്ന് പറയുന്ന പക്ഷിസങ്കേതം. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ അരിപ്പ പക്ഷിസങ്കേതമുണ്ട്. അപ്പോൾ അരിപ്പ പക്ഷിസങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്താണ് കടലുണ്ടി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി ചൂളന്നൂരിലാണ് മയിൽ സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ് കേരള PSC പരീക്ഷയിലൊക്കെ ചോദിക്കാവുന്നതാണ്. ഇവിടെ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന സൈലന്റ് വാലി കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ്. ഒപ്പം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് ഈ സൈലന്റ് വാലിയിലൊക്കെ ഈ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്ന പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഞാനിവിടെ പറഞ്ഞു കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അങ്ങനെയാണെങ്കിൽ 1ാമത്തതാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന ഇരവികുളം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന ഇരവികുളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന മുത്തങ്ങ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ അതിനെ തന്നെ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വയനാട് വന്യജീവി സങ്കേതം എന്ന്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്ന് ഓപ്ഷനിലുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് പഠിച്ചു വെക്കുക. പരീക്ഷകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം കൂടി ഒന്ന് പരിശോധിക്കാം. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് ഈ തന്നിരിക്കുന്ന എവിടേക്കാണെന്നാണ് നമ്മുടെ ചോദ്യം. ചെവിക്കുടയിൽ, കശേരുകൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ചെവിക്കുടയിൽ ഈ പറയുന്ന തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്, കശേരുകൾക്കിടയിൽ തരുണാസ്ഥി കാണപ്പെടുന്നുണ്ട്, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, അതോടൊപ്പം തന്നെ നേസൽ സെപ്റ്റത്തിലൊക്കെ എന്താണ് ഈ പറയുന്ന തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. അവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം, അപ്പോൾ കൃത്യമായിട്ട് വായിക്കണം. ആവശ്യമില്ലാത്ത എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇരുമ്പ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നോക്കുക, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും ഒക്കെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളതാണ്, നമ്മൾ പഠിക്കുന്നതാണ്. ഇരുമ്പ് എന്ന് പറയുന്ന രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്, നമ്മൾ പഠിക്കുന്നതാണ്. ഇരുമ്പ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ എയിൽ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഇരുമ്പ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതിന് ചുവപ്പ് നിറമൊക്കെ നൽകുന്ന ഇരുമ്പിന്റെ പ്രസൻസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന മറ്റൊന്നാണ് സോഡിയം. പരീക്ഷകളൊക്കെ ചോദിക്കും. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്നത് സോഡിയമാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്നത് ഏതാണ്? സോഡിയമാണ്. അതുപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും ഒപ്പം മാനസിക വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സോഡിയവും പഠിച്ചു, അയഡിനും പഠിച്ചു.
ഇനി നമ്മുടെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാന്ന് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന മഗ്നീഷ്യം. മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചതാ ഇവിടെ കൊടുത്തിരിക്കുന്ന കാൽസ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോകം ചോദിച്ചാലും ഈ സോഡിയം തന്നെയാണ് വരിക. മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോകം. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്ന ലോകം ചോദിച്ചാലും ഈ പറയുന്ന സോഡിയമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുനീര്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ, ഇവിടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ലോകമുണ്ട്. ആ ലോകമാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോകം ഏതാണ്? നമ്മുടെ സിങ്കാണ്. കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോകം ഏതാണെന്ന് പണ്ട് PSC ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വനേഡിയമാണ്. വനേഡിയം. കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായിട്ട് കാണപ്പെടുന്ന ലോകമാണ് വനേഡിയം. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങളാണ് സോഡിയവും അതുപോലെ തന്നെ പൊട്ടാസ്യവും എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ പരീക്ഷയിലൊക്കെ ചോദിച്ചു കാണാറുള്ള കുറച്ച് പോയിന്റുകൾ കൂടി നമ്മളൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. COVID-19 കാരണമായ സൂക്ഷ്മജീവി ഏതാണെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വൈറസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. വൈറസ് ആണ് COVID-19 കാരണമായ സൂക്ഷ്മജീവി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ കുറേ പേരൊക്കെ തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ജന്തുകോശങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? പലരും ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ പോയിട്ട് കർപ്പിച്ചേക്കാം. പക്ഷെ ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജന്തുകോശങ്ങളിൽ കോശ ശ്വസനത്തിലൂടെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കോശങ്ങളിൽ വൈവിധ്യമാർന്ന ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്. ഈ കോശ ശ്വസന സമയത്ത് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഊർജവും, ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനും. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് C6H12 ഓക്സിസ് ആണ്. എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസും ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്ത് രൂപം കൊള്ളുകയാണ്? ഊർജം രൂപം കൊള്ളുകയാണ്. ആ ഊർജമാണ് നമ്മൾ ATP എന്ന് പറയുന്നത്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ അവിടെ ഉള്ള ഒരു രാസസമവാക്യമാണ് ഇവിടെ H2O പ്ലസ് CO2 പ്ലസ് ATP. അപ്പോൾ ഇവിടെ നോക്കുക, രൂപം കൊള്ളുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ C6H12O6 6O2, പിന്നെ ഇവിടെ 6H2O, ഇവിടെ 6CO2, ഇവിടെ വരേണ്ടത് 30 ATP. നമ്മൾ പഠിക്കാറുണ്ട് കോശശ്വസനത്തിന്റെ ഫലമായിട്ട് എത്ര ATPകൾ ഉണ്ടാവും? 2 ഘട്ടങ്ങളിലായിട്ട്. 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഗ്ലൈക്കോളിസിസും മറ്റൊന്ന് ക്രബ്സ് പരിവൃത്തിയും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ട് മൊത്തം 30 ATPകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, C6H12 ഓക്സിസ് ചോദിക്കാറുണ്ട്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയിരിക്കണം. C6H12O6 എന്നാണ്. H12 ആണ്. H12O6 എന്നാണ്. അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്താണ്? ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് ഓക്സിജൻ അല്ല, മറിച്ച് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കൃത്യമായിട്ട് ഈ രാസസമവാക്യത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിയെടുത്തതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ എവിടെ മാത്രമേ ഉള്ളൂ? കോഴിക്കോട് മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി, ഒന്ന് മാത്രം. അതായത് കോഴിക്കോട് മാത്രം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. കോഴിക്കോട് മാത്രമാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ കേരളത്തിലുള്ള മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ചോദിക്കാം. അതിലൊന്നാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന തിരുവനന്തപുരത്താണ്. കൃത്യമായി പറഞ്ഞാൽ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എത്രയോ തവണ PSC ചോദിച്ചതാണ്. കാസർഗോഡ് ജില്ലയിലെ കുഡ്ലു എന്ന് പറയുന്ന സ്ഥലത്താണ്. കാസർഗോഡ് ജില്ലയിലെ കുഡ്ലു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അതാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, പറഞ്ഞു നമ്മുടെ കോഴിക്കോടാണ്. ഇനി കശുവണ്ടി ഗവേഷണ കേന്ദ്രം രണ്ടിടത്തുണ്ട്. ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലും മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ ആനക്കയത്തും. കശുവണ്ടി ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറ, തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്തും എന്തുണ്ട്? കശുവണ്ടി ഗവേഷണ കേന്ദ്രമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി ജില്ലയിലുണ്ട്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം അത് രണ്ടിടത്തുണ്ട്. ഒന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ
വെള്ളാനിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രവും അതേസമയത്ത് കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെയുണ്ട്? നമ്മുടെ എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തും ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയും എറണാകുളം ജില്ലയിലെ വാഴക്കുളവും. കരിമ്പ് ഗവേഷണ കേന്ദ്രം നമ്മുടെ പത്തനംതിട്ടയിലെ തിരുവല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ മേനോൻ പാറയിലുമുണ്ട്. അപ്പൊ കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ടയിലെ തിരുവല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മേനോൻ പാറ. ഇനി അതുപോലെ നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി പാലക്കാടുണ്ട്. അതുപോലെ തന്നെ മാങ്കൊമ്പ്, കായംകുളം ആലപ്പുഴ, പിന്നെ വൈറ്റില എറണാകുളം, ഇവിടങ്ങളിലൊക്കെ എന്തുണ്ട്? ഈ പറയുന്ന നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില. പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നിവിടങ്ങളിൽ എന്താണ്? നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ മണ്ണൂത്തിയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് പ്രസിദ്ധമായിട്ടുള്ള കാർഷിക ഗവേഷണ കേന്ദ്രം. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്താണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന പോയിന്റും കൂടി ഓർത്തിരിക്കുക. എറണാകുളം ജില്ലയിലെ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയിലാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം നമ്മുടെ ശ്രീകാര്യം തിരുവനന്തപുരം. ഇനി ഇന്ത്യൻ തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ കുഡ്ലു. ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലെങ്കിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിൽ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം രണ്ടിടത്തുണ്ടെന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ മടക്കത്തറയിലുണ്ട്, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആനക്കയത്തിലുണ്ട്. അതായത് നമ്മൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ കശുവണ്ടി എന്ന് പറയുമ്പോൾ ഒരു കാശുമായിട്ടൊന്ന് സങ്കല്പിച്ചാൽ, ഈ കാശൊക്കെ നമ്മൾ മടക്കിയല്ല വെക്കുക, അപ്പോൾ മടക്കത്തറ കിട്ടും. അതുപോലെ തന്നെ ഈ കാശ് എന്ന് പറയുന്നത് ഇന്നത്തെ കാര്യത്ത് ഒരു ആനക്കാര്യമൊന്നുമല്ല അല്ലെ. കാശുണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ കാശൊക്കെ ഉണ്ടാക്കി വരാം. ആനക്കാര്യമൊന്നുമല്ല എന്ന് ഓർത്ത് വെച്ചാൽ ആനക്കയം എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടണം. മലപ്പുറം ജില്ലയിലെ ആനക്കയത്തും അതുപോലെ തന്നെ ഈ കാശ് മടക്കി വെക്കുക എന്ന് ഓർത്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലുമാണ്. അപ്പൊ തൃശ്ശൂര് മടക്കത്തറ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആനക്കയം, ഇവിടെയാണ് എന്ത്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം. ഇനി മറ്റൊന്ന് സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രമാണ് പാമ്പാടും പാറ. അതെവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും പാറ ഇടുക്കി ജില്ല. ഇനി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം, കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ, രണ്ടെണ്ണം ഉണ്ട്. ഗവേഷണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ്. അപ്പൊ എന്താണ്? കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ്. ഇനി കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ്. എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ്. ഇനി അടുത്തിവിടെ പറയുന്നത് കരിമ്പ് ഗവേഷണ കേന്ദ്രം. അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുമുണ്ട്, പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലുണ്ട്. അപ്പൊ തിരുവല്ല, മേനോൻപാറ കരിമ്പ് ഗവേഷണ കേന്ദ്രം. ഇനി നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മാങ്കൊമ്പ്, അതേപോലെ തന്നെ കായംകുളം, മറ്റൊന്ന് വൈറ്റിലയാണ്. അപ്പൊ ഇവിടെ എന്താണ്? നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില എന്നിടത്ത് എന്താണ്? നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. അപ്പൊ അവിടെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെല്ലാമാണ്? പട്ടാമ്പിയുണ്ട്, മാങ്കൊമ്പുണ്ട്, കായംകുളമുണ്ട്, അതേപോലെ തന്നെ വൈറ്റിലയുണ്ട്. ഇനി നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണൂത്തിയിലാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം നമ്മൾ പുൽത്തൈലൊക്കെ ഈ ഓടയിലൊക്കെ വയ്ക്കുമല്ലോ, അപ്പോൾ ഓടക്കാലി എന്ന് ഓർത്ത് വെച്ചാൽ മതി. എറണാകുളത്തെ ഓടക്കാലിയിലാണ്. ഇത് കൂടാതെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു നമ്മുടെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, അതുപോലെ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലപ്പുഴ. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്നാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ നമ്മൾ അതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയിൽ നിർബന്ധമായിട്ട് ഇതിൽ നിന്ന് ചോദ്യം വന്നിരിക്കും. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 39ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.